ക്വസ്റ്റ്യൻ നമ്പർ 23. 23rd ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ആൽഫ കോമ ബീറ്റ ബി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 70x പ്ലസ് ലാംഡ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 70x പ്ലസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിരിക്കുന്നു. ഇതിൻ്റെ റൂട്ട്സ് ആണ് ആര്? ആൽഫയും ബീറ്റയും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ബോത്ത് ആൽഫ ആൻഡ് ബീറ്റ ആർ നാച്ചുറൽ നമ്പേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 2 3 4 5 6 എക്സെട്ര എന്ന് പറയുന്ന പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് ആര്? ആൽഫയും ബീറ്റയും ഒക്കെ. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ലാംഡ ബൈ 2ഉം ലാംഡ ബൈ 3യും എന്നിലില്ല. അതായത് ലാംഡ ബൈ 2ഉം ലാംഡ ബൈ 3യും എന്തല്ല? ഇൻറ്റിജറുകളല്ല. ലാംഡ ബൈ 2ഉം ലാംഡ 3യും ഇൻറ്റിജറുകളല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ശരിക്കും ലാംഡ 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആകുന്നില്ല, അതോടൊപ്പം 3യുടെ മൾട്ടിപ്പിളും ആകുന്നില്ല എന്നല്ലേ മക്കളെ? ലാംഡ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരുന്നെങ്കിൽ ലാംഡ ബൈ 2 ഒരു ഇൻറ്റിജർ അല്ല കിട്ടുള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നു ലാംഡ ബൈ 2 ഇൻറ്റിജർ അല്ല, ലാംഡ ബൈ 3യും ഇൻറ്റിജർ അല്ല. അങ്ങനെയാണെങ്കിൽ ലാംഡയെ പറ്റി നമുക്ക് എന്താ പറയാൻ പറ്റുക? ലാംഡ ഒരിക്കലും 2ൻ്റെയോ 3യുടെയോ മൾട്ടിപ്പിൾ ആകാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റിലെ തന്നെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ലാംഡ ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 2 or 3. 2ൻ്റെ മൾട്ടിപ്പിളും ആകാൻ പറ്റില്ല, 3യുടെ മൾട്ടിപ്പിളും ആകാൻ പറ്റില്ല ലാംഡ. ക്ലിയർ ആണോ ഞാൻ ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇഫ് ലാംഡ അസ്യൂംസ് ദ മിനിമം പോസിബിൾ വാല്യൂ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലാംഡയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ വാല്യൂ എടുത്താൽ ആ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എത്രയാണ് കിട്ടുക? ഇതല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ലാംഡ ഏറ്റവും മിനിമം ആകുന്ന കേസാണ് വേണ്ടത്. അപ്പോഴുള്ള ആൽഫ വേണം, ബീറ്റ വേണം, ലാംഡ വേണം. ശരിയാണല്ലോ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ലാംഡയുടെ ഏറ്റവും ലീസ്റ്റ് കേസ് എടുക്കാൻ പറ്റുന്നത് നോക്കാം. ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ 2 റൂട്ട്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ നിന്ന് സം ഓഫ് ദി റൂട്ട്സും എഴുതാം, അതേപോലെ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സും എഴുതാം. എന്താ സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറയുന്നത്? മൈനസ് ബി ബൈ എ. ഇവിടെ ഏത്? മൈനസ് 70/1 ആണ്. 70 എന്നല്ലേ കിട്ടുക. വേണമെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ബീറ്റയെ 70 മൈനസ് ആൽഫ എന്ന് എഴുതാമല്ലോ. ഇനി അതേപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഉണ്ടല്ലോ, ആൽഫ ബീറ്റ സി ബൈ എ ആണ്. ഇവിടെ ഏത്? ലാംഡ ബൈ 1, ലാംഡ എന്ന് കിട്ടുമല്ലോ. അതായത് ലാംഡ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റയ്ക്ക് പകരം എനിക്ക് 70 മൈനസ് ആൽഫ എന്ന് കൊടുക്കാമല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് ലാംഡയും ആൽഫയും ചേർന്നിട്ടുള്ള റിലേഷൻ. എനിക്ക് വേണ്ടത് ഈ ലാംഡ ഏറ്റവും മിനിമം ആകുകയല്ലേ? അങ്ങനെ മിനിമം ആകുന്ന കേസാണ് എനിക്ക് അവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലാംഡ ഏറ്റവും മിനിമം ആകണമെങ്കിൽ ആൽഫയും ബീറ്റയും ഒക്കെ ഏറ്റവും ചെറിയ നമ്പറുകളാകണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം ആൽഫയുടെയും ബീറ്റയുടെയും ഒക്കെ കാര്യം. ഞാൻ ഈ ആൽഫയും ബീറ്റയും ഒക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൽഫയ്ക്ക് എനിക്ക് ഏറ്റവും ചെറുതാക്കി എടുക്കാൻ പറ്റുന്നത് 1 അല്ലേ മക്കളെ? അല്ലേ? അങ്ങനെ ആൽഫ 1 എടുത്താൽ നിങ്ങൾക്ക് ലാംഡ എന്തായിട്ട് എഴുതാൻ പറ്റുക? ലാംഡ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലാംഡ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 70 മൈനസ് 1, 1 ഇൻറ്റു 69 എന്നല്ലേ? ശരിയല്ലേ? പക്ഷേ ഇത് നടക്കില്ല. കാരണം എന്താ? ഇതെന്ന് പറയുന്നത് 3യുടെ ഒരു മൾട്ടിപ്പിളായി മാറിയില്ലേ? ലാംഡ 3യുടെ മൾട്ടിപ്പിൾ ആകാൻ കഴിയില്ല. ഇവിടെ 69 3യുടെ ഒരു മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് 1 ഇൻറ്റു 69 ഉറപ്പായിട്ടും 3യുടെ മൾട്ടിപ്പിളാണ്. ലാംഡ പക്ഷേ 3യുടെ മൾട്ടിപ്പിൾ ആകാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ കേസ് പോസിബിൾ അല്ല. ശരിയാണോ? ഐഡിയ കിട്ടിയോ? ഇനി ആൽഫ ഒരിക്കലും 2 എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം ആൽഫ 2 എടുത്താൽ ലാംഡ 2 ഇൻറ്റു എന്നായി പോകും. 2 ഇൻറ്റു എന്ന് വരുന്നതൊക്കെ 2ൻ്റെ മൾട്ടിപ്പിൾ ആകില്ലേ? ആൽഫ 2ൻ്റെ മൾട്ടിപ്പിൾ ലാംഡ 2ൻ്റെ മൾട്ടിപ്പിൾ ആകാൻ കഴിയില്ല. അതേ ആർഗ്യുമെൻ്റ് വെച്ച് ആൽഫ 3 വരാൻ പറ്റില്ല. ആൽഫ 3 എടുത്താൽ ഞാൻ ലാംഡയെ 3 ഇൻറ്റു സംതിങ് എന്ന് എഴുതേണ്ടി വരത്തില്ലേ? അത് 3യുടെ മൾട്ടിപ്പിളായി പോകും. ലാംഡ 3യുടെ മൾട്ടിപ്പിൾ ആകാനും കഴിയില്ലല്ലോ. ആൽഫ 4 എടുക്കാൻ കഴിയില്ല. കാര്യം 4 എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾ തന്നെയല്ലേ? അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എന്ന് വന്നാൽ അത് 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാറും. എന്നാൽ ആൽഫ 5 എടുത്താൽ കുഴപ്പമില്ല. ആൽഫ 5 എടുത്താൽ ലാംഡ എന്ന് പറയുന്നത് 5 ഇൻറ്റു 70 മൈനസ് 5, 65. 5 ഇൻറ്റു 65 എന്ന് പറയുന്നത് എന്തല്ല? ഇത് 325 ആണ്. ഇത് 2ൻ്റെയോ 3യുടെയോ മൾട്ടിപ്പിൾ അല്ല, ഉറപ്പാണ് അല്ലേ?
അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും മിനിമം ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 5 അല്ലേ മക്കളെ? ആ കേസിൽ ബീറ്റ എത്രയായിട്ടാണ് വരുന്നത്? 65 അല്ലേ? ആ കേസിൽ ലാംഡയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 325 അല്ലേ? അപ്പോൾ ലാംഡ ഏറ്റവും മിനിമം ആകുന്നത് ഈ കേസിൽ ആൽഫ 5 വരണം, ബീറ്റ 65 വരണം, അതുപോലെ തന്നെ ലാംഡ എന്ന് പറഞ്ഞാൽ 325 വരണം. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോയി കണ്ടുപിടിക്കാം. ദാ സ്ക്വയർ റൂട്ട് ഓഫ് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ -1 അല്ലേ? എത്ര ആൽഫ -1 വരിക? ആൽഫ 5 ആണ്, ആൽഫ -1 4 അല്ലേ? പ്ലസ് റൂട്ട് ഓഫ് ബീറ്റ -1, ബീറ്റ 65 ആണ്, 64 വരില്ലേ? ഇൻറ്റു ലാംഡ പ്ലസ് 35, ലാംഡ 325 ആണ്, പ്ലസ് 35 എന്നല്ലേ കിട്ടുക? ഡിവൈഡഡ് ബൈ മോഡ് ആൽഫ മൈനസ് ബീറ്റ 5 - 65 കണ്ടോ? വിച്ച് ഈസ് ഈക്വൽ ടു 4ൻ്റെ റൂട്ട് 2 ആണ്, 64ൻ്റെ റൂട്ട് 8 ആണ് അല്ലേ? ഇൻറ്റു 325 പ്ലസ് 35 എന്ന് പറഞ്ഞാൽ 360 കിട്ടും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ മോഡുലസ് ഓഫ് -60, അത് 60 എന്നല്ലേ കിട്ടുക മക്കളെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 10 × 6 അഥവാ 60 എന്നല്ലേ നമുക്ക് കിട്ടുക. സോ ഫൈനൽ ആൻസർ 60 ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ?